നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. BJPയുടെ അടുക്കളയിലെ വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായി CPM മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. തെരഞ്ഞെടുത്ത പത്രങ്ങളിൽ മാത്രം CPM പരസ്യം നൽകിയത് BJPയെ സഹായിക്കാനെന്നും KC വേണുഗോപാൽ. മുഹമ്മക്കായിപ്പുറം മേഖലയിൽ വീണ്ടും കവർച്ചാ ശ്രമം. തുരുത്തൻകവലയ്ക്ക് കിഴക്ക് പീടികവേളിയിൽ രാധാമണിയുടെ വീട്ടിലാണ് കവർച്ചാ ശ്രമം. കുറുവാ സംഘമാണോ എന്ന് സംശയം. അന്വേഷണം ആരംഭിച്ചു. അമ്പലപ്പുഴയിലെ വിജയലക്ഷ്മി കൊലപാതകം. പ്രതിയായ ജയചന്ദ്രനെ ക്രിമിനൽ മനസ് നാടിനെ അമ്പരപ്പിച്ചു. വിജയലക്ഷ്മിയുടെ ദേഹത്ത് 13 വെട്ടേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ മൃതദേഹം കുഴിച്ചുമൂടി. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച പൂച്ചാക്കലിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ചേർത്തലയിൽ നിന്നാരംഭിച്ച വിളംബര റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. തുറവൂർ സ്വദേശിയായ കുട്ടിയുടെ പിതാവ് പോലീസിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. വാർത്തകൾ വിശദമായി. BJPയുടെ അടുക്കളയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായി CPM മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. തെരഞ്ഞെടുത്ത ചില പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയത് BJPയെ സഹായിക്കാനാണെന്നും KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ പറഞ്ഞു. ഞാൻ പറയാറുള്ളത് പോലെ BJPയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായിട്ട് CPM മാറിയിരിക്കുകയാണ്. അവിടെ എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ? ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേശാഭിമാനി പരസ്യമില്ല. പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പാർട്ടിക്ക് ഇത് ചെയ്യാറുണ്ടോ? BSന്റെ കാലത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കുമോ? നായനാരുടെ കാലത്ത് ചെയ്യാൻ സമ്മതിക്കുമോ? ഇപ്പോൾ എന്ത് വാകാന്നുള്ള നിലയിലേക്ക് CPM അതപ്പതിച്ചിരിക്കുകയല്ലേ? എനിക്ക് ചോദിക്കാനുള്ള CPIയോടാണ് ചോദിക്കാനുള്ളത്. അവരെന്താ ഉണ്ടായിരിക്കുന്നത്? പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനവിധിയെ ബാധിക്കാൻ പോകുന്നില്ല. കനത്ത തിരിച്ചടി CPMന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കും, BJPക്കും ലഭിക്കും. UDFന് കിട്ടേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ കുറയ്ക്കാൻ BJP ആഗ്രഹപ്രകാരമാണ് CPM പരസ്യം നൽകിയത്. എന്തുമാകാം എന്ന നിലയിലേക്ക് CPM അതപ്പതിച്ചു. വിഷയത്തിൽ CPI മൗനം പാലിക്കുന്നു. പാലക്കാട് CPMന് വലിയ തിരിച്ചടി ഉണ്ടാകും. പാണക്കാട് തങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതും BJPക്ക് വേണ്ടിയാണ്. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. പാലക്കാട് മത്സരം UDFും BJPയും തമ്മിലാണ്. CPM 3ാം സ്ഥാനത്താണെന്നും KC വേണുഗോപാൽ MP കൂട്ടിച്ചേർത്തു. സർക്കാരിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ പരസ്പരം കലഹം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനീഷ്യേറ്റീവ് നടത്തിയ പാണക്കാട് തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അത് ഒറ്റ ലക്ഷ്യമുള്ളൂ, അതും BJPയെ സന്തോഷിപ്പിക്കാൻ. ഇതെന്തൊരു രാഷ്ട്രീയമാണ്? CPM പോലുള്ളൊരു പാർട്ടിയിൽ നിന്നും ഈ രാഷ്ട്രീയം പ്രതീക്ഷിക്കാവുന്നതാണോ? ക്ലിയർ ആയിട്ടുള്ള ഡീല്. BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് UDFന് കിട്ടേണ്ട വോട്ടുകളെ എങ്ങനെയെങ്കിലും അടർത്തി മാറ്റാനുള്ള പരിശ്രമം നടത്തുക. സന്ദീപ് വാര്യർ BJPയിൽ നിന്നാണ് രാജിവെച്ചത്. അവർക്ക് ഇല്ലാത്ത വേദനയാണ് CPMന്. എല്ലായ്പ്പോഴും അവർ പറയുന്ന വിമർശനം എന്താണ്? കോൺഗ്രസ് എന്ന BJPയിലേക്ക് ആൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കോൺഗ്രസ് അല്ല. ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് BJPയിൽ നിന്ന് ആൾ വന്നപ്പോൾ BJPക്കല്ല വിമർശനം. BJPക്ക് വേണ്ടി ആ ജോലി മുഴുവൻ ചെയ്യുന്നത് CPM ആണ്. പാലക്കാട് കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എടുത്തു നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് UDFും BJPയും തമ്മിലാണ്. CPM 3ാം സ്ഥാനത്താണ്. ഈ കഴിഞ്ഞ മത്സരം മാത്രമല്ല, കഴിഞ്ഞ 2-3-4 മത്സരം എങ്ങനെയാണ്? അവിടെ CPMൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? BJPക്കെതിരായിട്ടുള്ള ആക്രമണം. BJPക്കെതിരെയല്ല ആക്രമണം. വോട്ടർ പട്ടികയായാലും എന്ത് വിവാദമായാലും അവർ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയാണ്. അപ്പോൾ ആ വിവാദങ്ങളെല്ലാം സത്യത്തിൽ ഫലത്തിൽ CPMനെ അവരുടെ നിലപാടിനെ പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മ മേഖലയിൽ വീണ്ടും കവർച്ചാ ശ്രമം. തുരുത്തൻകവലയ്ക്ക് കിഴക്ക് പീടികവേളിയിൽ രാധാമണിയുടെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. കുറുവാ സംഘമാണോ എന്ന സംശയം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. രാധാമണിയുടെ ബന്ധുവായ വിഷ്ണുപ്രിയയാണ് മോഷ്ടാവിനെ കണ്ടത്. വീട്ടുകാർ അകത്തിരുന്നപ്പോൾ വീടിനോട് ചേർന്നുള്ള പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ശബ്ദം കേട്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുറ്റിയിട്ടിരുന്ന വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തുന്ന ശബ്ദവും കേട്ടു. വീട്ടുകാർ ഭയചകിതരായി ഇരിക്കുമ്പോഴാണ് ജനാലയുടെ കർട്ടൻ നീക്കി യുവാവ് നോക്കുന്നത് കണ്ടത്. വീട്ടുകാർ ഉറക്കെ നിലവിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു.
റോഡരികിലാണ് രാധാമണിയുടെ വീട്. രാധാമണിയുടെ 2 വീടിന് തെക്ക് ഭാഗത്തുള്ള ഇടപ്പറമ്പിൽ നളിനിയുടെ വീട്ടിലെ പൈപ്പും തുറന്നിട്ടു. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വാതിൽ തുറന്നില്ല. 2 ദിവസം മുൻപ് മുതൽ കാഴ്ചയിൽ മലയാളികളല്ലാത്ത 2 യുവാക്കൾ റോഡിലൂടെ നിരീക്ഷണം നടത്തി പോയിരുന്നതായി വിഷ്ണുപ്രിയ പറഞ്ഞു. അപ്പോൾ 2 പേര് വാച്ച് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെയും കുഞ്ഞിൻ്റെയും മേത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് പോയിരുന്നത്. അപ്പം ഞാനിവിടെ അനിയത്തിയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായി, ഈ ഒരു സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കണ്ടിട്ടൊരു മലയാളി ലുക്കല്ല, ഒരു തമിഴായിട്ട് തോന്നുന്നത്. കൂടെ തിങ്കളാഴ്ച മുതൽ പോകുമ്പോൾ 2 പേരുണ്ടായിരുന്നു. അതായത് ഒരു കാണുമ്പോൾ ഒരു കറുത്ത ഒരു ചെറുക്കനും ഒരു വെളുത്തിട്ടും കൂടിയായിട്ട് ഉള്ളവരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോഡ് സൈഡ് തന്നെ വീടായതുകൊണ്ടാണ് ഭയങ്കരമായിട്ടും പേടിച്ച് ഞങ്ങൾ അന്ന് മുതലുള്ള പേടി. രാത്രി ഉറങ്ങാതെ രാവിലെ ആകുമ്പോഴായി കിടന്ന് ഉറങ്ങുന്നത്. വെള്ളിയാഴ്ച ഇതേ 10:50 അതായത് 8 മണിക്ക് രാത്രിയിൽ കൊച്ചിന് ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇതിലും വഴി പാസ് ചെയ്തായിരുന്നു. ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് വീടിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ആ ചെറുക്കൻ എങ്ങോട്ടാ പോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് 10:50 ഈ വീട്ടിലിവിടെ വരുന്നത്. അതായത് 3 ജനലിൻ്റെ അവിടെ ഞാൻ കർട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു. അതിന് കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ മുണ്ട് വിരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഈ ചെറുക്കൻ ഒരു ദിവസം അവിടെ അതായത് വെള്ളിയാഴ്ച 10:50 ഇവിടെ വന്നു. നടുക്കത്തെ ഡോറ് അടച്ച് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് അവനത് തള്ളി തുറന്നു ആ മുണ്ടും പൊക്കി ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ വീടിനടുത്തുള്ളവരെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. ആ നിമിഷം തന്നെ പോലീസ് വന്നു. ആദ്യമാണെങ്കിൽ അവൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം സംശയം തോന്നിയത് പൈപ്പ് തുറന്ന് ടാപ്പിലെ വെള്ളം ശക്തമായി പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡോറിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നിഴലിൽ കൊണ്ടത് ജനലിൻ്റെ നിഴൽപ്പാളി വഴി പാസ് ചെയ്യുന്ന പോലെ തോന്നി. അതിനുശേഷമാണ് അവൻ ജനലിങ്ങനെ തുറന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. ബാഗും തൂക്കിയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും വിഷ്ണുപ്രിയ പറഞ്ഞു. കായൽ തീരത്തുള്ള റിസോർട്ടുകളിൽ ജോലിക്കെത്തിയ അന്യസംസ്ഥാനക്കാരാണോ എന്നറിയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവർ അല്ലെന്ന് ബോധ്യമായി. ചൊവ്വാഴ്ച രാത്രി തണ്ണീർമുക്കം വാതാപറമ്പ് ക്ഷേത്രത്തിന് സമീപവും കുറുവാ സംഘത്തെ കണ്ടതായി വാർത്ത പരന്നിരുന്നു. വാതാപറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൽ രാത്രി വൈദ്യുതി മുടങ്ങിയ നേരത്താണ് അന്യസംസ്ഥാനക്കാർ എന്ന് തോന്നുന്ന 4-അംഗ സംഘം എത്തിയത്. മഴയത്ത് കയറി വന്ന ഇവരെ കണ്ട് സ്ത്രീകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 14-അംഗ കുറുവാ സംഘത്തിൽ സന്തോഷ് ശെൽവനെ മാത്രമാണ് പോലീസ് പിടികൂടിയത്. കളർകോട്, കോമളപുരം, മണ്ണഞ്ചേരി മേഖലകളിൽ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ സന്തോഷ് ശെൽവൻ്റെ കൂട്ടാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിൻ്റെ നിഗമനം. അന്വേഷണം ഊർജിതമായി തുടരുന്നു. ടൈം ന്യൂസ്, മുഹമ്മ. അമ്പലപ്പുഴയിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകം. പ്രതി ജയചന്ദ്രൻ്റെ ക്രിമിനൽ സ്വഭാവം നാടിനെ അമ്പരപ്പിച്ചു. ജയലക്ഷ്മിയുടെ ശരീരത്തിൽ 13 വെട്ടേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല നടത്തി കുഴിച്ചു മൂടിയ ശേഷം തള്ളി നീക്കിയത് 12 ദിവസം. അമ്പലപ്പുഴ കരൂരിൽ വിജയലക്ഷ്മിയെ പ്രതിയായ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ച് ഇടിച്ച ജയചന്ദ്രൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു. വിജയലക്ഷ്മി അബോധാവസ്ഥയിൽ ആയതോടെയാണ് വെട്ടുകത്തി ഉപയോഗിച്ചത്. വിജയലക്ഷ്മിയുടെ തലയിൽ 13-ലധികം തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. തലയുടെ പിൻഭാഗത്ത് മാത്രം 7-ലധികം ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്ക് ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം. പ്രതിയായ ജയചന്ദ്രനെ റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ CI ബിജു, SI-മാരായ ഷമീർ, കണ്ണൻ, ഷാജിമോൻ, വേണുഗോപാൽ, ജോയി, SCP O ഹാഷിം, രാജീവ്, SI അനിത, ASI ബിന്ദു, CPO നൌഷൽ ജാൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇതുവരെ കേസിൽ അന്വേഷണം നടത്തിയത്. കേസ് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാലാണ് തുടർന്നുള്ള അന്വേഷണം അമ്പലപ്പുഴ പോലീസിന് കൈമാറുന്നത്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ജയചന്ദ്രനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ കൊലപാതക പരമ്പര. നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെയുള്ളവരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്നത് തുടർക്കഥ. 8 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 6 പേർ. കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി ജില്ലയിൽ കഴിഞ്ഞ 8 മാസത്തിനിടെ പോലീസ് കണ്ടെത്തിയത് 6ാമത്തെ മൃതദേഹമാണ്. കൊല്ലം കുലശേഖരപുരം സ്വദേശി വിജയലക്ഷ്മിയുടേത്. സഹോദരിയെ കൊലപ്പെടുത്തി വീടിന് പിന്നിൽ കുഴിച്ചിട്ടതും 2 നവജാത ശിശുക്കളെ കുഴിച്ചിട്ടതുമെല്ലാം നാട് നടുങ്ങിയ സംഭവങ്ങളാണ്. മാന്നാറിൽ 15 വർഷം മുമ്പ് ഭർത്താവ് യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ
തള്ളിയതാണ് പുറത്തു വന്ന മറ്റൊരു കേസ്. അടുത്ത വ്യക്തിബന്ധമുള്ള വയോധികയെ കൊച്ചിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന സ്വർണത്തിനായി കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടതാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. പൂങ്കാവ് പടിഞ്ഞാറ് വടക്കുപറമ്പിൽ റോസമ്മയുടെ മൃതദേഹം സഹോദരൻ വി ബെന്നിയുടെ വീടിന് പിൻവശത്തെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. റോസമ്മയുടെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ബെന്നി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊല നടത്തി 4 ദിവസമാണ് വിവരം പുറത്തറിയുന്നത്. ജൂലൈ 2-ന് 15 വർഷം മുമ്പ് കാണാതായ സ്ത്രീയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്ന് കണ്ടെത്തി. ഭർത്താവും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ 5 പേരെ പോലീസ് പിടികൂടി. ചെന്നിത്തല ഇരമത്തൂർ മീനത്തേതിൽ കലയാണ് കൊല്ലപ്പെട്ടത്. 1-ാം പ്രതിയായ ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പള്ളിൽ അനിൽ വിദേശത്താണ്. ഇയാളും ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സുരേഷ്, ജിനു രാജൻ, പ്രമോദ്, സന്തോഷ്, സോമൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 11-ന് വീട്ടിൽ പ്രസവിച്ച നവജാത ശിശുവിനെ മറവ് ചെയ്യുന്ന കേസിൽ യുവതിയും സുഹൃത്തും ഉൾപ്പെടെ 3 പേർക്കെതിരെ പൂച്ചക്കൽ പോലീസ് കേസെടുത്തു. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. തകഴി കുന്നുമ്മയിൽ പാടശേഖരത്തിൻ്റെ ബണ്ടിൽ നിന്നും കുഞ്ഞിൻ്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. സെപ്റ്റംബർ 2-ന് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യുവതിയും സുഹൃത്തും അറസ്റ്റിലായി. 5 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശുചിമുറിക്ക് സമീപം കുഴിച്ചിട്ടെന്നായിരുന്നു കേസ്. സെപ്റ്റംബർ 10-ന് എറണാകുളത്ത് നിന്നും ഓഗസ്റ്റ് 4-ന് കാണാതായ വയോധികയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കൊച്ചി കരിയത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൊച്ചി മുണ്ടംവേലി നട്ടച്ചിറയിൽ ഷർമിള, ഭർത്താവ് കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ്, കാട്ടൂർ പാനെഴുത്ത് റെയ്നോൾട്ട് എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ 8 മാസം കൊണ്ട് ജില്ലയിൽ സമാനമായ 6 കൊലപാതകങ്ങളാണ് നടന്നത്. ടൈനൂസ്, ആലപ്പുഴ. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വിളംബര റാലി ശ്രദ്ധേയമായി. ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നിന്ന് പൂച്ചാക്കിലേക്ക് നടത്തിയ വിളംബര ഇരുചക്ര വാഹന റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. സംഘാടക സമിതി ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് കെ പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് AM ആരിഫ്, XMB, NR ബാബുരാജ്, ഏരിയ സെക്രട്ടറി B വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് തുടക്കം. 2 ദിവസങ്ങളിലായി പൂച്ചാക്കിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല ഏരിയ സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ചേർത്തലയിൽ നിന്നും പൂച്ചാക്കിലേക്ക് വിളംബര റാലി ഒരുക്കി. മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R രാഹുൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് S സുനിമോൾ അധ്യക്ഷത വഹിച്ചു. SFI ഏരിയ പ്രസിഡന്റ് AJ ജയകുമാർ സ്വാഗതം പറഞ്ഞു. നിരവധി പ്രവർത്തകർ അണിനിരന്ന വിളംബര റാലി വൈകുന്നേരത്തോടെ പൂച്ചാക്കലെ സമ്മേളന നഗറിലെത്തി. കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത് സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം. ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും ഒരു സൗകര്യമില്ലായിരുന്ന കാലത്ത് 12 കുട്ടികളുമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം. അത് പൂർവ്വികർ വളരെ കഷ്ടപ്പെട്ട് അവർ കളത്തിട്ട് തുടങ്ങിയതാണ്. അത് വളർന്ന് പന്തലിച്ച് ഈ നാട്ടുകാരാണ് പൂർവ്വികർ, പ്രത്യേകിച്ചും തയ്യൽ കുടുംബം, അവരാണ് ആ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഫ്രീ ആയിട്ട് തന്നു. സ്ഥാപിച്ചപ്പോൾ 100 കൊല്ലം തികയാണ്. അപ്പോൾ ഈ 100 കൊല്ലം തികയുന്ന ഈ സന്ദർഭത്തിൽ അത് ഒന്ന് ഓർക്കാനും ഓർമ്മിപ്പിക്കുവാനും വേണ്ടി ഒരു സമ്മേളനം ഇന്ന് നടത്തുന്നുണ്ട് 26-ാം തീയതി. ആ 26-ാം തീയതി രാവിലെ 10 മണിക്ക് അത് സ്കൂളിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ സമാധാനയായ ചുവൻകുട്ടി ആണ്. ഗുരുദേവ പ്രതിമയുടെ അനാവരണത്തിൻ്റെ 50 കൊല്ലം സ്വന്തൻ്റേതായ ആ ജൂബിലിയുടെ സന്ദേശം അറിയിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി രാജീവാണ്. പിന്നെ സുവർണപൂരി സന്ദേശം അതാണെങ്കിൽ ദേവസ്വം ഭരണ വജ്രജൂബിലെടുത്ത് നമ്മുടെ അടുത്തുള്ള കൃഷി വകുപ്പ് മന്ത്രി പ്രസാദാണ്.
അങ്ങനെ 3 മന്ത്രിമാർ രാവിലെ 10 മണിക്ക് ഇവിടെ സമ്മേളിക്കുന്നു. ആ സമ്മേളനം ഗംഭീരമാക്കാൻ അന്നേ ദിവസം ഒരു ഉത്സവം പോലെ ഈ പ്രദേശം മാറാൻ വേണ്ടി സ്കൂളിലെ ആളുകൾ വരുന്നു. ഈ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള ആബാലവൃദ്ധം ജനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വിജയകരം ആക്കാനാണ് ശ്രമം. അതിൻ്റെ മുമ്പിലെ ദിവസം സ്കൂളിലെ കുട്ടികളെ 22-ാം തീയതി ഒരു വിളംബര ഘോഷയാത്ര ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് വിളംബര ഘോഷയാത്ര ആരംഭിക്കും. കണിച്ചുകുളങ്ങര നാഷണൽ ഹൈവേയിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര ആരംഭിക്കുന്നത്. ദേവസ്വം ഖജാൻജി സ്വാമിനാഥൻ ചള്ളിയിൽ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ ആർ രജനി അധ്യക്ഷത വഹിക്കും. പ്രഥമാധ്യാപിക എസ് സുജിഷ സ്വാഗതം പറയും. സ്കൂൾ കമ്മിറ്റി അംഗം KS ഷാനിമോൻ, ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക KP ഷീബ എന്നിവർ ആശംസകൾ നേരും. സ്കൂൾ കമ്മിറ്റി അംഗം സഞ്ജു പോക്കാട്ട നന്ദി പറയും. നിരവധി കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വർണ്ണമനോഹര ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നവംബർ 26 ചൊവ്വാഴ്ചയാണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനാവും. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഗുരുദേവ പ്രതിഷ്ഠ സുവർണ ജൂബിലി സന്ദേശം നൽകും. കൃഷിമന്ത്രി P പ്രസാദ് വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കും. ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ മറുപടി പ്രസംഗം നടത്തും. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, വാർഡ് മെമ്പർ മിനിമോൾ സൂര്യത്ത്, ഹയർ സെക്കൻഡറി വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VK അശോക് കുമാർ, ചേർത്തല DEO AK പ്രതീഷ്, KAS AEO C മധു, SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി EG ബാബു തുടങ്ങിയവർ ആശംസകൾ നേരും. HSS പ്രിൻസിപ്പൽ M അജിത, VHSS പ്രിൻസിപ്പൽ R രജനി, ബോയ്സ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക S സുജിഷ, ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക KP ഷീബ എന്നിവർ പങ്കെടുക്കും. ദേവസ്വം സെക്രട്ടറി PK ധനേശൻ പൊഴിക്കൽ നന്ദി പറയും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ദേവസ്വം സെക്രട്ടറി PK ധനേശൻ, ജോയിൻറ്റ് സെക്രട്ടറി TK അനിൽ ബാബു, മുരുകൻ പെരക്കൽ, ഷാജി അമ്പഴത്തുങ്കൽ, TK സജീവ്, T പ്രസന്നകുമാർ, സഞ്ജു പോക്കാട്ട, KM നിഷ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ചേർത്തല കനാലിൻ്റെ പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കമാവുന്നു. ആലപ്പുഴയിൽ നടന്ന ശില്പശാല ചേർത്തല MLA കൂടിയായ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായി പുനരുജ്ജീവന പദ്ധതിയെ മാറ്റണമെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ആലപ്പുഴയിൽ ഈ കനാൽ മൂലം തന്നെ ഉണ്ടാവും. അതിൻ്റെ തീവ്രതയിലേക്കായിരിക്കും ഇനിയുള്ള നാളുകളിൽ വീണ്ടും പോവുക. കക്കൂസ് മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നേരെ പാതിരാത്രിയിലും കൊച്ചുകുടുംബം കാലത്തും കൊണ്ടുവന്ന് ഇവിടേക്ക് തള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായി AS കനാൽ പുനരുജ്ജീവന പദ്ധതിയെ മാറ്റിയെടുക്കുമെന്നും കനാലുകളെ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. AS കനാലിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച AS കനാൽ പുനരുദ്ധാരണം ശില്പശാല എയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്താൻ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ മാത്രം പോരാ, നല്ല പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷം കൂടി ഉണ്ടായിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു സുസ്ഥിര വികസന മാതൃകയിലൂടെ കനാലിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് PP ചിത്തരഞ്ജൻ MLA ആണ്. ആലപ്പുഴ നഗരസഭാ പരിധിയിൽ മട്ടാഞ്ചേരി പാലം മുതൽ പൂന്തോപ്പ് വരെ നീളുന്ന കനാൽ ഭാഗത്താണ് പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കനാലിന്റെ ടൂറിസം ജലഗതാഗത സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിച്ച കനാലിനെ സജീവമാക്കുക എന്നതാണ് പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം. കയാക്കിംഗ് ടൂർണമെന്റുകൾ, ഗ്രാമീണ ടൂറിസം പ്രവർത്തനങ്ങൾ, കരകളിൽ പ്രാദേശിക സസ്യങ്ങളെ വളർത്തുക, കനാലിന്റെ സൗന്ദര്യം നിലനിർത്തി പഴയ നടപ്പാലങ്ങൾ പുനർനിർമ്മിക്കുക, പൊതുജനങ്ങൾക്ക് വിശ്രമത്തിനും കൂടിക്കാഴ്ചയ്ക്കും അനുയോജ്യമായ സൗകര്യങ്ങളും ഒരുക്കുക, കരകളിലെ പ്രകാശ സജ്ജീകരണങ്ങളും അലങ്കാര വൈദ്യുത സംവിധാനങ്ങളും ഒരുക്കുക തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രൈം, നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ആലപ്പുഴ DVSP MR മധുബാബു, C ജയകുമാർ, AM ജിഷ്ണു, നവ്യ കാതറിൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ.
അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിയുടെ നില മെച്ചപ്പെട്ടു. തുറവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ കുത്തിത്തോട് പോലീസിൽ പരാതി നൽകി. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ ആലുവരമ്പത്ത് പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ മകൻ 15 വയസ്സുള്ള കുട്ടിയെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒക്ടോബർ 21-ന് സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുമ്പോഴാണ് അപസ്മാരമുണ്ടാകുന്നത്. പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക കഴിച്ചതിനെ തുടർന്ന് ദേഹത്തും കണ്ണിലും മുഖത്തും ആസിഡ് ഒഴിച്ച പോലെയായി. വായിൽ നിന്ന് നുരയും പതിയും വന്നു. കണ്ണുകൾ തുറക്കാനാവാത്ത അവസ്ഥയിലും. ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാവിൽ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി. ഗുളികയുടെ പാർശ്വഫലമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതായി രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തു. ഇതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവ് പ്രസാദ് കൃഷ്ണൻകുട്ടി കുത്തിയോട് പോലീസിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും പരാതി നൽകി. ഇത്രയും ഗുരുതരമായ സ്ഥിതി ഉണ്ടായിട്ടും ഡോക്ടർ ഉൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി സ്വർണം നേടിയ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് ചേർത്തല വിജെ ജോസഫ് ജുവലറിയിൽ സ്വീകരണം. ജുവലറിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വിദ്യാർത്ഥിനികൾക്ക് ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ആലപ്പുഴ ജില്ല സ്വർണം നേടിയത്. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികളാണ് ആലപ്പുഴയ്ക്ക് വേണ്ടി ചരിത്ര വിജയം നേടിയത്. ടീം അംഗങ്ങൾക്ക് ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചു. ചേർത്തലയിലെ പ്രമുഖ ജുവലറിയായ വിജെ ജോസഫ് ജുവലറിയിൽ ഒരുക്കിയ സ്വീകരണം ശ്രദ്ധേയമായി. മാനേജിംഗ് ഡയറക്ടർ ടോമി ജോസഫ് ടീം അംഗങ്ങളെ സ്വീകരിച്ച് ഉപഹാരങ്ങൾ കൈമാറി. ഡയറക്ടർമാരായ ജോസഫ് ടോമി, മീന ടോമി, ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് മുൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ബി ഹർഷകുമാർ, അബ്ദുൽ ബഷീർ, സുനിൽ തോമസ് ഡിക്രോസ്, സുനിൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞം തുടരുന്നു. പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരനാണ് യജ്ഞാചാര്യൻ. യജ്ഞവേദിയിൽ വൻ ഭക്തജന തിരക്ക്. ഒന്നോ തിരിഞ്ഞൊന്നോ നോക്കണേ കണ്ണാ പുന്നാര നീലക്കാർ വർണ്ണ കണ്ണാ 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 ഒന്നോ നോക്കണേ പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ നവാഹയജ്ഞം തുടരുന്നു. നവാഹയജ്ഞത്തിൻ്റെ 4-ാം ദിവസമായ ചൊവ്വാഴ്ച കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളിലെ 1000-ത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികൾ യജ്ഞവേദിയിലെത്തിയിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും കുടുംബ ജീവിതത്തിലും ജോലിയിലും ആവശ്യമായ ക്ഷമ, ആത്മവിശ്വാസം, സത്യസന്ധത, സ്നേഹം എന്നിവ ലക്ഷ്യമാക്കി പുരാണ കഥകളിലൂടെ യജ്ഞാചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയ അറിവ് ശ്രദ്ധേയമായിരുന്നു. ബുധനാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം 11:30 സരസ്വതി പൂജ, 1 പ്രസാദവൂട്ട്, 7:30 മാവേലിക്കര, വള്ളികുന്നം ശ്രീഭദ്ര, കുത്തിയോട്ട സമിതിയുടെ കുത്തിയോട്ട ചുവട് എന്നിവയും നടന്നു. ടൈം ന്യൂസ്, കണിച്ചുകുളങ്ങര. മുഹമ്മ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കേന്ദ്രത്തിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ഗുരുധർമ്മ പ്രചാരക സുധർമ്മ കലേഷ് ഉദ്ഘാടനം ചെയ്തു. ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കളരിയുടെയും ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ SNDP യൂണിയൻ ഗുരുധർമ്മ പ്രചാരക സുധർമ്മ കലേഷ് ഉദ്ഘാടനം ചെയ്തു. 1888 ഭഗവാൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ആ കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു താഴെ തട്ടിലുള്ള ഒരാൾക്ക് ഒരു ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറയുന്നത് അങ്ങ് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ആ കാലഘട്ടത്തിലാണ് ഭഗവാൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടന്നു. ആ ശിവപ്രതിഷ്ഠ നടത്തുന്ന രംഗങ്ങൾ, ശിവലിംഗദാസ സ്വാമികൾ, ഇതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത് ഭഗവാൻ 64ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. ഈ കൃതികൾ പഠിക്കുന്നതിന് മുമ്പ്, ഭഗവാൻ എഴുതിയ 64 കൃതികൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടത് ഭഗവാന്റെ
ആത്മശിഷ്യന്മാരായിട്ടുള്ള ശിഷ്യഗണങ്ങൾ എഴുതിയ ഒരുപാട് കൃതികളുണ്ട്. അവർ അറിഞ്ഞ് ഭഗവാനോടൊപ്പം നടന്ന് ഭഗവാനെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരിലുള്ള കഴിവ് അവർ കൃതികളുടെ രൂപത്തിൽ ഭഗവാനെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ശിവലിംഗദാസ സ്വാമികൾ. തുടർന്ന് ഗുരുദേവ പ്രഭാഷണം നടത്തി. കളരി പരിരക്ഷകൻ മാധവ് ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. കളരി പരിരക്ഷക പത്മജ ബാലസുബ്രഹ്മണ്യം, ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര കമ്മിറ്റി ഉപദേശക സമിതി കൺവീനർ സതീശൻ അത്തിക്കാട്, പി ശ്രീകുമാർ, ശ്യാം, സ്വാമി ആനന്ദ തീർത്ഥ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുരുദേവ കിസ് മത്സരത്തിന് ഗുരുധർമ്മ പ്രചാരകൻ ബേബി പപ്പാളിൽ നേതൃത്വം നൽകി. തുടർന്ന് സമൂഹ പ്രാർത്ഥനയും നടന്നു. ടൈനൂസ് മുഹമ്മദ്. ചേർത്തല എക്സറെ തായപ്പള്ളി കൊച്ചുവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 26-ന് സമാപിക്കും. ചേർത്തല തായപ്പള്ളി കൊച്ചുവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. നവംബർ 19-ന് ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികൾ ഭദ്രദീപം പകർന്നതോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. ഇരുപതിന് ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് വിഷ്ണു സഹസ്രനാമജപം, 7-ന് സമൂഹ പ്രാർത്ഥന, ഭാഗവത പാരായണം, 12-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, പ്രഭാഷണം എന്നിവ നടന്നു. നവംബർ 24-ന് രുക്മിണി സ്വയംവരം, ഉച്ചയ്ക്ക് സ്വയംവര സദ്യ, വൈകിട്ട് സർവൈശ്വര്യ പൂജ എന്നിവ നടക്കും. നവംബർ 26-ന് ചൊവ്വാഴ്ച രാവിലെ യജ്ഞശാലയിൽ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത പാരായണം, സുധാമ പ്രാപ്തി, ഉച്ചയ്ക്ക് നെയ്വിളക്ക്, 12-ന് പ്രസാദ ഊട്ട്, 2-ന് അപഭൃത സ്നാനം എന്നിവയും നടക്കും. ടൈനൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. BJPയുടെ അടുക്കളയിലെ വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായി CPM മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. തെരഞ്ഞെടുത്ത പത്രങ്ങളിൽ മാത്രം CPM പരസ്യം നൽകിയത് BJPയെ സഹായിക്കാനെന്നും KC വേണുഗോപാൽ. മുഹമ്മദ് കായിപ്പുറം മേഖലയിൽ വീണ്ടും കവർച്ചാശ്രമം. തുരുത്തൻ കവലയ്ക്ക് കിഴക്ക് പീടികവേളിയിൽ രാധാമണിയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം. കുറുവാ സംഘമാണോ എന്ന് സംശയം. അന്വേഷണം ആരംഭിച്ചു. അമ്പലപ്പുഴയിലെ വിജയലക്ഷ്മി കൊലപാതകം. പ്രതിയായ ജയചന്ദ്രനെ ക്രിമിനൽ മനസ് നാടിനെ അമ്പരപ്പിച്ചു. വിജയലക്ഷ്മിയുടെ ദേഹത്ത് 13 വെട്ടേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ മൃതദേഹം കുഴിച്ചുമൂടി. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ച പൂച്ചാക്കലിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ചേർത്തലയിൽ നിന്നാരംഭിച്ച വിളംബര റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. തുറവൂർ സ്വദേശിയായ കുട്ടിയുടെ പിതാവ് പോലീസിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.